നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. പറഞ്ഞ സമയത്ത് 6 മണിക്കൊന്നും ഇറങ്ങിയില്ലല്ലോ, ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോ ഇറങ്ങി. ഒരു 6 മണിയുടെ പ്രകൃതമാണ് ഇപ്പൊ. ഭയങ്കര മഞ്ഞൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇറങ്ങിയിട്ട് ഇപ്പൊ 1 മണിക്കൂറായിട്ടോ. ഞങ്ങൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചൊക്കെ വരുമായിരുന്നു. ഭയങ്കര ഉറക്കമാണ്. അപ്പോഴാണോ ആലോചിച്ചത് വ്ലോഗ് എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേ കോസ്റ്റ്യൂം ഒന്നുമില്ല, എന്നാലും അവിടെ പോയി നേരെ അങ്ങനെ കിടന്നു. പിന്നെ അതേപോലെ നീച്ചിട്ട് പോയിരുന്നു. ഡ്രസ്സൊന്നും ചെറുതായി മാറിയത്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ആദ്യം എടുത്തു വെച്ചത് താക്കോല, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചവിട്ടി കൂട്ടിണ്ടാവും. ഇതെന്താ കളിയൊക്കെ ആളെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇനി എന്തായാലും മറന്നാലും അത് അവിടെ ഇരിക്കേണ്ട, അത്ര ഉള്ളൂ. ആവശ്യമുള്ള എല്ലാവരും എടുത്തു വെച്ചല്ലേ, എല്ലാം മറന്നെടുത്ത് വെച്ചു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇതിൻ്റെ ഇടയിൽ ഞങ്ങള് മറ്റേ ശിവകാർത്തികന്റെ അമരം കണ്ടുല്ലേ. അയ്യോ എന്തോ പറയാ, ഒരു നല്ലൊരു സിനിമ, അടിപൊളി പടം. രാഹുലേട്ടനൊക്കെ 2 വട്ടം കരഞ്ഞു. ആണോ? ഞാൻ അങ്ങനെ സിനിമ കണ്ടിട്ട് ഞാൻ അങ്ങനെ കരയാത്തൊരു മനുഷ്യനാണ്. ഞാൻ കരഞ്ഞു. അത് ഏറ്റവും രസം എന്താ വെച്ചാൽ ഇവരുടെ ലവ് സീൻസിലൊക്കെയാണ്. ഇവരുടെ ലവ് മൊമെന്റ് സീൻസൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സായി പല്ലവിയൊക്കെ അല്ലേ, എന്തോ പിന്നെ പൊന്നാരെ. ശിവകാർത്തികന് ഇത്ര ഇതായിട്ട് ഒരു സിനിമയിൽ ആദ്യമായിട്ട് അല്ലെ, നല്ലൊരു ക്യാരക്ടറായിട്ട്. ആ ശിവകാർത്തികൻ കയറിപ്പോട്ടും. ശിവകാർത്തികൻ അടുത്ത വിജയായി മാറി കഴിഞ്ഞു ഗൈസ്. അതല്ലേ അന്ന് താങ്കളുടെ കയ്യിലോട്ട് തന്നേക്കെന്നൊന്നും പറഞ്ഞിട്ട് തുപ്പാക്കി കൊടുത്തിട്ടാറില്ല. നല്ല പടം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കാണാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോയി നല്ലൊരു ഫീൽ, നല്ലൊരു മൂവി, ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ. ഇതൊരു റിയലിസ്റ്റിക് കഥയാണല്ലോ, നടന്നൊരു കഥയാണ്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടാനൊക്കെ പറ്റും ഈ ഒരു പടത്തിൽ. ഒരു ഇൻസ്പിറേഷൻ ഒക്കെ പോലൊക്കെ തോന്നും. ആർമിക്കാർക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ആർമിക്കാരുടെ വൈഫ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരു ഇൻസ്പയർ ആയിട്ട്. ഇത് ഈ തിയേറ്ററിൽ അവരിരുന്ന് കാണുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒന്നുമില്ല ഗൈസ്, പിത്തൂനെ ഞാനിങ്ങനെ ഉറക്കാനായിട്ട് പിടിച്ചേക്കുക. അപ്പൊ ഞാൻ മറ്റേ കൈ ഒന്ന് ഫ്രീ ആക്കിയത്, പക്ഷെ പണി ഓക്കെ ആയില്ല. അവന്റെ കഴുത്ത് വല്ലാണ്ട് താഴേക്ക്. അപ്പൊ എന്തായാലും ഞങ്ങള് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. എന്തെങ്കിലുമൊക്കെ ഓൺ ദ വേ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞങ്ങള് വരാം. വെറുതെ ബോറടിപ്പിക്കരുത്. കാരണം ടാസ്കാ, പറ്റില്ല. ഇവനെ ഈ കൈ തന്നെ ഇവന് കഴുത്തിന്റെ അവിടെ വേണം തലയണയായിട്ട്, അല്ലേ ശരിയാവില്ല. പിടിച്ചാലും നിനക്കൊരു ഭയങ്കര, എന്റെ കൈ നടുക്കുണ്ട് ഞാൻ പറയണം. അതുകൊണ്ട് ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളപ്പോ വരാം. ഞങ്ങൾ തൃശ്ശൂര് അല്ലേ? അല്ല, ഇത് തൃശ്ശൂരല്ല, ഇത് വയനാടാണ്. തൃശ്ശൂരെത്തി 100 വട്ടം പറയുമ്പോ പിന്നെയും കിടന്നിട്ട് ഞങ്ങൾ തൃശ്ശൂരല്ലേ എന്നുള്ള ചോദിക്കണം. കാരണം എനിക്കറിയില്ല. നീ മിണ്ടരുത് കേട്ടോ. ഞാൻ കാര്യം പറയാ, ആകെ കരിപ്പിലായിരുന്നു. ആ കള്ളപ്പതി എറണഘട്ട മൊട്ടത്തലയെ കഷണ്ടിത്തലയെ ഒരു കാര്യമില്ലാതെ നമ്മളെ ചീത്ത വിളിച്ചിട്ടോ പരനാറി. ഭയങ്കര പ്രശ്നത്തിലാണ്. കാരണം നമ്മുടെ വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് സാധാരണ ഇപ്പൊ സ്കൂൾ ടൈമാണല്ലോ, അപ്പൊ സീബ്ര ക്രോസ് ലൈനിലാണ് എല്ലാരും നടന്നു പോകും. ആ ക്രോസ് ലൈൻ വന്നപ്പോ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. എന്നിട്ട് ആളുകൾക്ക് നടന്നു പോകാനുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ അതില് അവർക്ക് ചെയ്തു കൊടുത്ത് അവർ പോട്ടെ എന്ന് കരുതിയിട്ട്. ആളുകൾ പോയ ശേഷം നമ്മൾ വണ്ടി ഇറക്കല്ലോ, വണ്ടി മുന്നോട്ട് നീക്കില്ല. ആ ഗ്യാപ്പിലുണ്ട് സീബ്ര ക്രോസിന്റെ അപ്പുറത്ത് ഒരു നാറിയുണ്ട്, ഒരൊറ്റ നാൾ.
അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അപ്പുറത്തെ സൈഡ് നോക്കി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടൊരു ഹോൺ അടിച്ചപ്പോ ഒരു ഞെട്ടല ഞെട്ടി. ആ ഞെട്ടലുണ്ട് തിരിഞ്ഞു നിന്നിട്ട് 4 ചീത്തവിളി ഞങ്ങളെ. അല്ല അറിയാൻ മേലായിട്ട് നോക്കി. പിന്നെ സീബ്ര ക്രോസ് ലൈൻ എന്ത് തേങ്ങ അവിടെ വെച്ചിക്കണ്. ഇവർക്ക് അത് കൂടെ നടക്കാനല്ലേ. രാഹുലേട്ടൻ അത് കാരണം ആ ഒരു ഇൻസിഡന്റിന് ശേഷം വണ്ടിക്ക് അത്രത്ത് പുറമുറുക്കായിരിക്കും. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ഇവര് രണ്ടുപേരും വണ്ടിയിലും ഉണ്ടെങ്കിൽ 4 ലക്ഷം പറയാനും. ഞാൻ പറയായിരുന്നു എന്തിനാ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എന്തിനാ നോക്കണേ. വിളിക്കാനുള്ളൊക്കെ പച്ചക്ക് വിളിച്ചു. ഇപ്പൊ എനിക്കറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. വിളിച്ചോളാൻ പറഞ്ഞു. എന്തിനൊക്കെ നടന്നു പിന്നെ ആ രീതിയായി. അല്ല ചിന്തിച്ചു നോക്കണേ, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് മിണ്ടാണ്ട് കേട്ടിക്കുകയുള്ളൂ. ഇതുണ്ട് ഒന്നും പറയാൻ പറ്റാത്ത മനുഷ്യൻ ഇങ്ങനെ നിന്ന് പോകും. ആളെ വായൊന്നും കേട്ടിട്ട് ഇങ്ങനെ സുഖമായിട്ട് പോകും. അതുണ്ടായി. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങള് റോഡൊക്കെ മുറിച്ച് കിടക്കുമ്പോ ഈ സീബ്ര ക്രോസ് ലൈൻ ഇല്ലേ, അതിനെ എങ്ങനെ പറയാ? സീബ്ര ലൈൻ അല്ലേ പിന്നെ എന്ത് ചെയ്യണം? വണ്ടി അപ്പുറം ഇപ്പുറം ഇല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. അല്ലെങ്കിൽ നോക്കിയിടയിലും അത് ഗഡിയുണ്ട് അപ്പുറത്തെ സൈഡ് നോക്കിയിട്ടാണ് പോവുക. അപ്പുറത്ത് വണ്ടി ഉണ്ടോ നോക്കിട്ട് പോവാ. ഇപ്പുറത്തെ കൂടെ വണ്ടി വരും എന്നുള്ളത് ആ പൊട്ടനെ ചിന്തിച്ചുകൂടെ? നിങ്ങൾ തന്നെ പറ, അവനൊന്ന് ചിന്തിച്ചുകൂടെ? അത് അങ്ങനെ ഒരു മൊട്ടത്തല പെരട്ടത്തല. നമ്മുടെ പീറ്റൂഷ് കണ്ണുണ്ടോ? പീറ്റൂഷ് കണ്ണുണ്ടോ? എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ തൊള്ളക്ക് എന്തിന്റെ കേടാന്നൊക്കെ വിചാരിച്ചിട്ട്. യെസ് ഗൈസ്, ഇനി ഭക്ഷണം കഴിക്കണം. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുക. എന്നെ ഓരോരുത്തരും ഞാൻ മര്യാദയ്ക്കൊരു മധുരൈ റെസ്റ്റോറന്റ് കാണിച്ചു കൊടുത്താ വേണ്ടാന്ന്. തൃശ്ശൂരുള്ളത് അത് എന്താ വെച്ചാല് അത് അങ്ങോട്ട് ഒരു ഇമ്പം കിട്ടിയില്ല. നമുക്ക് ഇമ്പം കിട്ടണം. ഇമ്പം കിട്ടിയാലാണ് ആ ഒരു ഇമ്പം ആവുള്ളൂ. ആലുവ വരെ ഇമ്പം കിട്ടി പോവോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനൊന്നുമില്ല. ഞാൻ ആരെങ്കിലും ഈ വീഡിയോസ് കാണാന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഇട്ടിട്ട് നമ്മുടെ എറണാകുളം ഹൈവേ റോഡ് വരുന്നു. അവിടെ ഏറ്റവും നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടല് നിങ്ങളുടെ അറിവിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. ഓക്കെ, ഇറങ്ങിയ അങ്ങനെ നമ്മൾ ഹോട്ടൽ ആര്യാസിലെത്തി. ഈ ആര്യാസ് എവിടെയെന്ന് അറിയോ? നമ്മുടെ ടോൾ പാസ. പാലിയേക്കര ടോൾ പാസിന്റെ അടുത്തുള്ള ആര്യാസിലാണ് കയറിയിട്ടുള്ളത്. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചവരുണ്ടെങ്കിൽ അനുഭവം പങ്കുവെക്കുക. എന്താണ് ക്യാമറ കുത്തി പിടിച്ചോണ്ടിരിക്കുന്ന പണിക്കും എനക്കെന്താ വേണ്ടത്? പൂരി മസാല. പൂരി മസാല. ആ ഫുള്ള് സ്വാമിമാരുടെ. ഇവിടെ ഫുള്ള് സ്വാമിമാരുടെ ഒരു 16 ലോകാണ്. ഓ വന്നോ? സാധനം എത്തിയിട്ടുണ്ട്. പൂരി മസാല. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വയറ് നിറഞ്ഞിരിക്കുക അല്ലേ പിത്തൂട്ടാ? പിത്തൂട്ടിന് എന്തൊക്കെയോ കുറച്ച് കഴിച്ചു. അച്ഛനാ കൊടുത്തേ. അതെ, കുടിക്കുക കഴിക്കുക, എന്നിട്ട് കഴിച്ചിട്ട് തുപ്പി കളയുക, പിന്നെ ചായക്ക് വേണ്ടി തല്ലുണ്ടാക്കുക. അപ്പൊ അതും കൂടെ പറിച്ചു. ഒള്ളോ AC കപ്പിന്റെ തന്നെ പോയത്. ഇവനെ കൊണ്ട് ഭയങ്കര ഉപദ്രവം കേട്ടോ. ഒരുത്തപ്പോ കാട്ടിയതുണ്ടായി. ACന്റെ കൺട്രോൾ ഉണ്ട് പിടിച്ചതാക്കിക്കണ്. ഒന്നും പറയണ്ട ഗൈസ്, ഫുള്ള് പ്രശ്നമാണ്. വണ്ടി ഇരുത്താൻ കൊള്ളൂല. ഇവനെ ഇനി വല്ല ബാക്ക് സീറ്റിലും വല്ല സീറ്റ് ഫിറ്റ് ചെയ്ത് ഇരുത്തേണ്ടി വരും. അയ്യോ, അപ്പൊ ഗൈസ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ആശ്വാസമായി വീടെത്തി. നമ്മുടെ TV കുറെ സാധനങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ പൃത്തൂട്ടനും ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഓവൻ കൊടുന്നു. ഈ ഓവൻ കൊടുക്കാനുള്ളതാട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ ഗ്യാസും കുറ്റി. ഇനി അത് നിറയ്ക്കണം. ഇനി പിന്നെ അങ്ങനെയുള്ള സാധനങ്ങള് വീട്ടിൽ നിന്ന് 2 വാഴക്കൊല നമ്മുടെ ഒക്കെ വന്നു. ഇതൊക്കെ ഫുള്ള് ഞങ്ങൾക്ക് സെറ്റാക്കി വെക്കാനുണ്ട്. അതിന് കുറച്ച് നേരം ടൈം കൊടുക്കും ഗൈസ്. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വരാതെ ഗൈസ്. ഇവിടെ പൃത്തൂട്ടനും അമ്മയും കൂടെ ഭയങ്കര വഴക്കാണ് കേട്ടോ. ഒടുക്കത്തെ വഴക്ക്. കണ്ടോ TV
ടിവിമ തൊട്ട് കഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. ഇതെന്താ അമ്മ, കുതിരപ്പവനോ? കുതിരയിലെ കടിക്കണ ലാടന്റെ പോലൊക്കെ ഉണ്ട്. സോണിയുടെ ഹീലുമ്മയാണ് പോവന്റെ കളി. പിത്തു ഇങ്ങ് വാടാ, അച്ചോട്ടിണ്ട് വാ, അച്ചോട്ടിണ്ട് വാ. അതോ വാ 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 വാ, വേഗം വന്നോ, വാ. അതോ വാ 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 വാ, അച്ചോട്ടി വാ. ആ പോണ അങ്ങോട്ട് തന്നെ വീണ്ടും അടി കൊള്ളാനായിട്ട്. ഇവന്റെ വികൃതി ഉണ്ടല്ലോ, ചില്ലറല്ല ട്ടോ ഗൈസ്. വികൃതി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വികൃതിയാ. നീ എന്നെ തല്ലാറായോടി, എന്നെ തല്ലാറായോന്ന്. ആ പിത്തോട്ടനെ ആരാ നിങ്ങൾക്ക് അറിയില്ല. പിത്തോട്ടന് എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയോ? ഇതൊക്കെ ഫാൻസുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ തല്ലി കൊല്ലും അല്ലേ പിത്തോട്ട? ഈ കിടക്കണ ഡ്രസ്സ് മൊത്തം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ അടുക്കി പെറുക്കിക്കൂടേന്ന്. അടുക്കി പെറുക്കി വെച്ച സാധനങ്ങളാണ് ഗൈസ്. ദേ ഈ ഇരിക്കുന്ന മുതല് മൊത്തത്തിൽ അവിടെ അലമ്പാക്കി വെച്ചിരിക്കുന്നു. ഇനി ഇവിടെ നമ്മളൊരു റാക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റാക്ക് അടിക്കണം, എന്നിട്ട് അതിന്റെ മേലെ കയറ്റി വെക്കണം. ഇത് ഈ അലമാറ റാക്കിന്റെ മേലെ ഒന്നും വെക്കാൻ സ്ഥലമില്ല, ഒരു ചെറിയൊരു ഗ്യാപ്പുള്ളൂ. അവിടെ അതൊന്നും കയറ്റി വെക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഒരു റാക്ക് എന്തേലും നമ്മൾ അടിക്കണം. ഓതോ ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ആണ്. എങ്ങനെയുണ്ട് ഡൈനിങ് ടേബിൾ? 2 കസേര, ഇതൊക്കെയാണ് ഞങ്ങളുടെ സെറ്റപ്പ്, ഞങ്ങളുടെ കുഞ്ഞു സെറ്റപ്പ്. അല്ല സോണി, പൃഥ്വിന്റെ കസേര ഇപ്പൊ എടുക്കാൻ പോയിരിക്കാണ് കേട്ടോ. എന്റെ കസേരയായിട്ട് എങ്ങടാ പോണി തള്ളേ? ഇങ്ങോട്ട് പോകാൻ തള്ളേ. പിത്തുവിന് ആ കസേരയിൽ ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി പ്രാന്ത് വേറൊന്നുമില്ല കേട്ടോ. അവനതിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്തേലൊക്കെ അവന് വെച്ചുകൊടുക്കണം. അല്ല കാത്തോ കൂപ്പിയോ എന്തേലൊക്കെ വെച്ചുകൊടുത്താലേ അവ ഇരിക്കുള്ളൂ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിന്നർ ആണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. കാരണം കുറെ കാലമായിട്ട് ഞങ്ങൾ കുറച്ച് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ആ ഡിന്നറാണ് കഴിക്കുന്നത്. അതന്നെ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമ്മൾ കഴിക്കാറുണ്ടല്ലോ ഇപ്പൊ. അതെ ഗൈസ്, ചില സമയത്ത് നാട്ടിൽ വരുമ്പോൾ മാത്രമേ നമ്മളത് കുറച്ച് ആഘോഷങ്ങളായിട്ട് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഡിന്നർ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഞെട്ടിയിരിക്കും. കണ്ടാലോ? ഞാൻ ഒന്ന് ദേഷ്യപ്പെട്ടപ്പോ ഉള്ള അവന്റെ ഒരു ഇത് കണ്ടോ, റിയാക്ഷൻ കണ്ടോ? പിത്ത് കണ്ടേ എടാ എന്താണത്? അടാ അത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ആ പിന്നെ ഗൈസ്, ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുണ്ട്, നല്ല IFBന്റെ ഒരു 30 ലിറ്ററിന്റെ ഒരു ഓവൻ ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. സാധനം ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ച അന്ന് ഞങ്ങൾ 2 ഗ്രില്ല് അടിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം ഞങ്ങൾ അത് തൊടാറേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മയും ഞാനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങളത് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല വില കുറച്ചിട്ട് തന്നെ തരാം. ഓക്കെ, എന്താണ് സോണി? അങ്ങനെ ചെക്കനെ ഞങ്ങൾ അവിടെ തളച്ചിട്ടു. പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം പേനുണ്ടോ? ആര്? ഈ 2 എണ്ണത്തിന്റെ കൂടെ ഞാൻ കിടക്കൂല. എന്റെ തലയിൽ ആൾറെഡി താരുണ്ട്. അല്ലല്ല, എന്റെ തലയിൽ ആൾറെഡി താരുണ്ട്. ഇനിയിപ്പൊ പേനും കൂടെ കയറ്റാക്കി വയ്യ. നമ്മൾ ഡിന്നർ ഒരുക്കല്ലേ, ഡിന്നറിനുള്ള പാത്രങ്ങൾ ഞങ്ങൾ സെറ്റ് ആക്കിയിരിക്കുകയാണ്. പക്ഷെ ഡിന്നറിന് കുറച്ച് സൈഡ് ഡിഷും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചടിക്കണ്ടാവൂലടി. കൂമ്പോ? ഓ അതുണ്ടായിരുന്നു അല്ലേ. യെസ്, നാളേക്ക് നമുക്ക് സെറ്റ് ആക്കാം. ഓ സവാള ഞങ്ങള് നാട്ടിൽ പോണ അന്ന് ഒക്കെ ഞങ്ങളെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് മെയിൻ ആയിട്ട്. ഒന്ന് കഴുകണം. എന്നാ നമുക്ക് ഡിന്നർ കണ്ടാലോ? അപ്പോ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. യെസ്, നമ്മളുടെ നാടൻ കഞ്ഞിയാണ് ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറായിട്ട് ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. അതിന്റെ ഒപ്പം ദേ നല്ല ചമ്മന്തിപ്പൊടി, ഇത് വെളുത്തുള്ളി അച്ചാറ്, പിന്നെ മാങ്ങ അച്ചാറ്, പിന്നെ ഇത് നല്ല നെല്ലിക്ക. അത് വീട്ടിൽ നിന്ന് കൊടുന്ന കേട്ടോ. സോണിയൊക്കെ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് ആകെ മുട്ടിയിരിക്കുകയാണ്. കണ്ടോ? അവിടെ അതിനെക്കാളും വലിയ സീനാണ് കേട്ടോ. അത് നോക്കി നോക്ക്. അത് തുപ്പിക്കളയണേ. എടാ കഞ്ഞിയൊക്കെ കുടിച്ച് ശീലിക്ക്. ഇനി ഡെയിലി കഞ്ഞിയാണ്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഡിന്നറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പ്രത്യേകം അറിയിക്കണം കേട്ടോ.
പറയാൻ പറ്റുന്നില്ല. കാരണം ഇതിനേക്കാളും വലിയൊരു പ്രോട്ടീൻ നിറഞ്ഞ ഒരു ഡിന്നർ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കിട്ടൂല. കാരണം എന്താ ഒമ്മായി ടേസ്റ്റ്. അതിന്റെ ഒപ്പം ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കായ വറുത്തതോ വാഴക്കൂമ്പല്ല പച്ചക്കായും പയറുപ്പേരിയും കൂട്ടിയിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ട്. അതും കൂടെ കൂട്ടിയിട്ട് പുഴുത്തം പിടിച്ചാണ്ടല്ലോ പൊള്ളിക്കും. എന്തായാലും നമുക്കത് സെറ്റ് ചെയ്യണം. ഞങ്ങൾ അച്ചാറുകൾ എന്തച്ചാർ ഇടാ? വേണ്ട, നിങ്ങൾ തന്നെ പറയണം എന്ത് അച്ചാറാണ് ഞങ്ങൾ ഇടേണ്ടത് എന്നുള്ളത്. അത് നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ ഒരു വീഡിയോ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും ചെയ്യും, ഞങ്ങളത് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ ഐശ്വര്യമായിട്ട് ആ കഞ്ഞൊന്ന് കൂട്ടിയൊന്ന് പിടിച്ചോക്കട്ടെ. എന്റെ അമ്മ എന്റെ പൊളി പൊള്ളി പൊള്ളി സെറ്റാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഈ ഡിന്നർ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാവേ.